So this is the maximum normal strain theory അല്ലെങ്കിൽ സെൽഫ് theory. So maximum normal strain means sigma epsilon max, maximum normal stress means sigma max. So എപ്പോഴാണ് epsilon max of the machine element is equal to epsilon max of the specimen, then the machine element will fail. Okay, then the machine element will fail. Epsilon max of the machine element കാണണം. അപ്പോൾ we already know that എന്താണ് machine element is subject to triaxial loading. മീൻസ് നമുക്കറിയാം ഒരു ക്യൂബിൻ്റെ മേലെ സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെറ്റ് എന്നും പറഞ്ഞിട്ട് എക്സ് വൈ സെറ്റ് ഡയറക്ഷൻ നമ്മൾ പ്ലോട്ട് ചെയ്താകുമ്പോഴുള്ള ചിത്രം നമുക്ക് അറിയുന്നില്ലേ. സോ അത് വരക്കേണ്ട ആവശ്യമില്ല. സോ ഫ്രം ദീസ് ഈ കമ്പൈൻഡ് ലോഡിങ് സ്ട്രെസ് വരുന്ന സമയത്ത് ആ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കാരണം സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 ഒക്കെ ഉണ്ടല്ലോ. ആ പ്രിൻസിപ്പൽ സ്ട്രെസ് കാരണം സ്ട്രെയിൻസ് ഉണ്ടാകുന്നു. ആ സ്ട്രെയിനാണ് എപ്സിലോൺ 1 എപ്സിലോൺ 2 എപ്സിലോൺ 3. So epsilon 1 means sigma 1 divided by capital letter E minus mu into sigma 2 divided by capital letter E minus mu into sigma 3 minus divided by capital letter E. Epsilon 2 means sigma 2 divided by capital letter E minus mu into sigma 1 divided by capital letter E minus mu into sigma 3 divided by capital letter E. Epsilon 3 means equal to sigma 3 by E minus mu into sigma 1 by E minus mu into sigma 2 by E. Okay, അപ്പോൾ epsilon max means maximum of ഒന്നുകിൽ എപ്സിലോൺ 1 ആവാം, അല്ലെങ്കിൽ മാക്സിമം ഓഫ് എപ്സിലോൺ 2 ആവാം, അല്ലെങ്കിൽ മാക്സിമം ഓഫ് എപ്സിലോൺ 3 ആവാം. അതാണ് എന്തെന്ന് എപ്സിലോൺ മാക്സ് ഓഫ് ദി മെഷീൻ എലിമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എപ്സിലോൺ 1ൻ്റെ മോഡുലസ് കാണുക, മാഗ്നിറ്റ്യൂഡ്, എപ്സിലോൺ 2ൻ്റെ മാഗ്നിറ്റ്യൂഡ്, എപ്സിലോൺ 3ൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇത് മൂന്നും കാണുക. കണ്ടിട്ട് ഏതാണോ വലുത് അതാണ് മാക്സിമം എന്തെന്ന് എപ്സിലോൺ മാക്സ് ഓഫ് ദി മെഷീൻ എലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 കാണണം. ഇഫ് സിഗ്മ 1 മാക്സിമം ആണെങ്കിൽ എപ്സിലോൺ 1 മാക്സിമം ആയിരിക്കും. അപ്പോൾ എപ്സിലോൺ 2 എപ്സിലോൺ 3 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സിഗ്മ 2 മാക്സിമം ആണെങ്കിൽ എപ്സിലോൺ 2 മാക്സിമം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സിഗ്മ 1 സിഗ്മ 3 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എപ്സിലോൺ 1 എപ്സിലോൺ 2 എപ്സിലോൺ 3 ഇത് മൂന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, suppose we have found epsilon max of the machine element. Suppose epsilon 1 ആണ് മാക്സിമം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ epsilon 2 ആണ് മാക്സിമം എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളത് കണ്ടുപിടിച്ചു എന്ന് കരുതുക. Now I want to find out epsilon max of the specimen. So what should I do? അല്ലേ, epsilon max of the specimen, this is sigma yt, specimen sigma yt, ഈ കാണുന്ന മാത്രം specimen. Okay, now I have to find out the epsilon max of the now I want to find out the epsilon max of the specimen during simple tension testing. Okay, up in this case epsilon max is equal to, and the equation sigma epsilon in this case epsilon max is equal to sigma yt divided by capital E ആണ്. sigma yt divided by capital E. Okay, to avoid failure എന്താണ് epsilon max of the machine element നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടില്ല. ഒന്നുകിൽ epsilon 1 ആവാം, epsilon 2 ആവാം, അല്ലെങ്കിൽ epsilon 3 ആവാം. To avoid failure, epsilon max of the machine element should be less than epsilon max of the specimen. എന്നാലേ അത് ശരിയാവും. ഓക്കെ, അതായത് epsilon max of the machine element അത് മേ ബി epsilon 2 ആവാം, epsilon 1 ആവാം, epsilon 3 ആവാം. ഓക്കെ, which has to be less than epsilon max of the specimen, that is sigma yt divided by capital letter E. അപ്പോൾ എപ്സിലോൺ 1 എപ്സിലോൺ 2 എപ്സിലോൺ 3 നമ്മൾ ഇങ്ങനെ എഴുതുന്നതിന് പകരമായിട്ട് ജനറലി എപ്സിലോൺ മാക്സ് എന്ന് എഴുതി, അത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ മാക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ ടി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ ഇ ഇൻറ്റു ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് എഴുതാം. ഇൻറ്റു ഫാക്ടർ ഓഫ് സേഫ്റ്റി എപ്സിലോൺ മാക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ ടി ഡിവൈഡ് ബൈ ഇ ഇൻറ്റു ഫാക്ടർ ഓഫ് സേഫ്റ്റി. Sigma by t divided by E into factor of safety. This is the relation between stress and the strength of material according to maximum normal stress theory. Okay. Epsilon max എത്രത്തോളം ലെസ് ആണ് എന്നുള്ളത് ഫാക്ടർ ഓഫ് സേഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് എപ്സിലോൺ സഫിക്സ് മാക്സ് ഈസ് ഈക്വൽ സിഗ്മ ബൈ ടി ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് എഴുതിയിരിക്കുന്നത്. ദിസ് തിയറി ഈസ് നോട്ട് അറ്റ് ഓൾ അക്യുറേറ്റ്. So this theory is not preferred. So maximum strain theory and a maximum strain energy theory and a maximum normal strain theory, they are not using anymore. Text book il ഇപ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റില്ല. Now we need to graphically ഇതിനെ വരക്കണം. ഇതിനെ നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും?
പിന്നെ ഗ്രാഫിക്കലി നമ്മൾ നേരത്തെ വരച്ച മാതിരി നമുക്ക് പറ്റും. ദാറ്റ് ഈസ് സിഗ്മ 1 സിഗ്മ 2 ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യണം. സോ ഫോർ ദാറ്റ് now we need to represent graphically. Assume there is only sigma 1 and sigma 2 and sigma 3 is equal to 0. അപ്പോൾ എങ്ങനെ വരും? ഇതേമാതിരി sigma 1 sigma 2 sigma 1 sigma 2 and sigma 3 is equal to 0. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സിഗ്മ 1 ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 2 ബൈ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ടി ഡിവൈഡ് ബൈ ഇ. അങ്ങനെ ഇയും ഇയും ക്യാൻസൽ ചെയ്തിട്ട് സിഗ്മ 1 മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 2 ഡിവൈഡ് ബൈ സിഗ്മ 1 മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 2 ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ടി. അതേമാതിരി സിഗ്മ 1 മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 2 ഈസ് ഈക്വൽ ടു മൈനസ് സിഗ്മ വൈ ടി. അതേമാതിരി സിഗ്മ 2 മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ടി. അതേമാതിരി സിഗ്മ 2 മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 1 ഈസ് ഈക്വൽ ടു മൈനസ് സിഗ്മ വൈ ടി. അങ്ങനെ 4 ഇക്വേഷൻ കിട്ടും. ആ ഓരോ ഇക്വേഷനും റെപ്രസെൻറ്റ് സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ നമുക്ക് ബാക്കി നമ്മൾ മുന്നേ ചെയ്ത അതേ മെത്തേഡിൽ നമുക്ക് അങ്ങ് ചെയ്താൽ മതി. ആ ഇക്വേഷൻ ഉറപ്പിക്കുക. സിഗ്മ 1 മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 2 ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ടി. ഇഫ് എപ്സിലോൺ ഈസ് നെഗറ്റീവ് then sigma 1 minus mu into sigma 2 is equal to minus sigma yt. Okay, അതേമാതിരി if epsilon 1 is greater than epsilon 2 then sigma 1 e. If epsilon 1 is greater than epsilon 2, epsilon 1 പോസിറ്റീവാണ് വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സിഗ്മ 1 മൈനസ് മ്യൂ സിഗ്മ 2 സിഗ്മ സിഗ്മ വൈ ടി. ഇനി എപ്സിലോൺ 1 ഈസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ 2, പക്ഷേ എപ്സിലോൺ 1 നെഗറ്റീവ് ആണെങ്കിൽ എന്ത് വരും? മൈനസ് സിഗ്മ വൈ ടി കംപ്രഷൻ്റെ കേസിൽ. ഓക്കെ, പിന്നെ ബാക്കി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ. അതേമാതിരി ഇഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എപ്സിലോൺ 2 ഈസ് ഗ്രേറ്റർ ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എപ്സിലോൺ 1. Okay, epsilon 2 can be positive or negative. If epsilon 2 is positive, then sigma 2 minus mu into sigma 1 is equal to sigma yt. It's a straight line. If epsilon 2 is negative, sigma 2 minus mu into sigma 1 is equal to minus sigma y1. It's also a straight line. It's also a straight line. Okay. Similarly, magnitude of epsilon 1 is greater than the magnitude of epsilon 2 ആണെങ്കിൽ case 1 if epsilon 1 maximum if epsilon 1 is positive, then sigma 1 minus mu into sigma 2 is equal to sigma yt. If epsilon 1 is negative, sigma 1 minus mu into sigma 2 is equal to minus sigma yt. If epsilon 1 is positive, sigma 1 minus mu into sigma 2 is equal to sigma yt. ഓക്കെ, ഇത് വെച്ചിട്ട് ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത മാതിരി കൃത്യമായിട്ട് വരക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു ഡയമണ്ട് റോംബസ് ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യാം. ഓക്കെ,